മഹാരാഷ്ട്രയിൽ 35 അടി ഉയരത്തിൽ പണിത ശിവജി പ്രതിമ തകർന്നതിൽ വിവാദം കത്തുന്നു. കാറ്റ് വീശിപ്പോൾ തകർന്നത് വെറും 9 മാസം മുമ്പ് നിർമ്മിച്ച പ്രതിമയാണ്. അഴിമതി ആരോപണം ഉയർത്തിയതോടെ കോൺട്രാക്ടർക്കെതിരെ കേസെടുത്ത് മുഖം മിനുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഡിസംബർ 4 നേവി ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 35 അടിയുള്ള വെങ്കല പ്രതിമ. മഹാരാഷ്ട്രക്കാർ ദൈവതുല്യം സ്നേഹിക്കുന്ന ശിവജിയുടെ പ്രതിമ ഇന്നലെ വീശിയ കാറ്റിൽ നിലം പതിച്ചു. പ്രതിമയിലെ നട്ടും ബോൾട്ടുമെല്ലാം തുരുമ്പിച്ചതാണ് ഈ നാണക്കേട്ടിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നാവികസേനയാണ് പ്രതിമയുടെ ഡിസൈനും നിർമ്മാണവും നടത്തിയെന്ന് വാദിച്ച് കൈ കഴുകാനായിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശ്രമം. സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ നേവി വിഷയം വിശദമായി അന്വേഷിക്കുമെന്ന് പിന്നാലെ വാർത്താക്കുറിപ്പ് ഇറക്കി. എന്നാൽ നിർമ്മാണ ഘട്ടത്തിലെ പങ്കിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നാണ് നേവി വൃത്തങ്ങൾ പറയുന്നത്. കരാറുകാരൻ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണെന്നും മുഖ്യമന്ത്രി അറിഞ്ഞുള്ള അഴിമതിയാണ് നടന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. മോദി സർക്കാരിന്റെ വികസന മാതൃകകളെല്ലാം ഈ വിധമാണെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം വിമർശിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതുവിലും മുംബൈയിലെ കോച്ചൽ റോഡ് പദ്ധതിയുടെ തുരങ്കപാതയിലും ഉദ്ഘാടനത്തിന് പിന്നാലെ വിള്ളലുകൾ കണ്ടത് മോദി സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. 24 മുംബൈ.